ഹലോ, രമണിയാന്നോടി? ഞാനടി സരള. ഹോന്ത് സരളയോ? അത് നിന്റെ അമ്മായിമ്മ. ഇപ്പോൾ ഞാൻ മിസ്സിസ് സരള വേണുഗോപാൽ. ഞാനും മിസ്സിസ് ശാന്ത നാരായണൻകുട്ടി ഇനി മുതൽ തൊഴിലുറപ്പിന്റെ പണിക്കൊന്നും വരത്തില്ല, കേട്ടല്ല? എന്താണെന്നോ എടി, ഞങ്ങളെ മന്ത്രിയുടെ കൂടെ കല്യാണത്തിന് വിളിച്ചേക്കുവാ. നീ അറിഞ്ഞില്ലയോ? എടി, നിങ്ങളെ ഒന്നും വിളിക്കത്തില്ലടി. നിങ്ങൾക്കൊക്കെ ഇലയെ തിന്നാനാണ് യോഗം, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ എടുത്ത് ആക്രിക്കാർക്ക് കൊടുത്തേക്ക്, ഇനി അതിന്റെ ആവശ്യമില്ല. എടി, ഇപ്പൊ പറയാണെന്നിട്ട് ഞങ്ങൾക്ക് അവിടെ വേക്കൻസി കിട്ടത്തില്ലോടി. ഞങ്ങൾ അങ്ങനെ പിടിച്ചു കയറി മന്ത്രിസഭ വരെ കുലുക്കൂടി. നിനക്ക് ഞങ്ങളെ അറിഞ്ഞുകൂടായോ? എന്നാ വെക്കട്ടെ, ശരി. അയ്യോ 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 അയ്യോ, എവിടെ പോന്ന? എടി, സുനി ബസ് പോയോടി. എടി, നമ്മള് സുനി ബസ്സിലാന്നാ പോകുന്നത്. എടി, ബസ്സിന്റെ കാര്യമല്ലടി, ബസ്സിലെ കിളിയെ കാണാൻ നല്ല ഭംഗിയാടി. എന്നെങ്കിലും കൂടുണ്ടാക്കിട്ട് അതിനായിട്ടിട്ട് വളർത്തടി നീ അങ്ങ്. ഇതെന്തു പടി ഇത്? ഓ, ഒന്നും പറയണ്ട. കാല് മടക്കി വരുമ്പോ ഈ സാരി അങ്ങ് തുളുങ്ങുവാടി. 2 ദിവസം എടുത്ത് ഞാൻ ഇരുന്നത് തേക്കാൻ. ആ ബസ്സിലെ കിളിയെ തേക്കാൻ നീ 2 നിമിഷം എടുത്തുള്ളല്ലോടി. ഓടി എടി, മന്ത്രിയുടെ മോളുടെ കല്യാണം ആവുമ്പോഴേ എല്ലാ മന്ത്രിമാരും വരുമായിരിക്കും. പിന്നെ എല്ലാ മന്ത്രിമാരും കാണും. എന്തു പടി? എനിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്ന് കാണണോടി. അതെന്തിനാ? ഇളയ ചെറുക്കന്റെ വിറ്റാമിൻ സിയുടെ ഗുളിക തീർന്നിരിക്കുവാടി. അവരാകുമ്പോ 2 ചക്കി മേടിക്കാലോ. എന്നാ നീ 2 ക്രിമിക്കുള്ള ഗുളിക കൂടെ വാങ്ങിച്ചോ. അത് നീ എന്തിനാണ് എന്നോട് പറയുന്നത്? പോയി ക്രിമിയോട് പറഞ്ഞാ പോരെ. എങ്കിലേ എനിക്ക് ഫിഷറീസ് മന്ത്രി ഒന്ന് കാണുമല്ലോ. എന്തിനാടി? എന്തായാലും പോലോ. എന്നാ 10 കിലോ മീനൂടെ അങ്ങ് വാങ്ങിച്ചേക്കാം. എടി, ആ സുചിക്ക് രമണിക്ക് ഒന്നും കൊടുക്കണ്ടടി. കൊടുക്കണ്ട. അവള് വയറ് പൊട്ടി ഉണക്കമ്മീൻ തിന്നാ മതി. അവക്ക് അതിനോട് യോഗം. എടി, നമ്മൾ മന്ത്രിയുടെ മോളുടെ കല്യാണത്തിലല്ലേ പോകുന്നത്? ബുഫേലാന്ന് ഇവരൊക്കെ പറയുന്നത്. ബൊഫെ? എന്റെ ദൈവമേ, ഇതൊന്നും ആരോടും ചെന്ന് പറയല്ലേ. ബുഫ എന്തൊരു ബുഫ എന്നല്ലോ എനിക്കറിയത്തില്ല. അവിടെ ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, ബീഫ് ഉണ്ട്. എന്റെ ദൈവമേ. പക്ഷെ നിന്റെ അലവലാത്ത സ്വഭാവം അവിടെ എടുക്കരുത്. വാരി വലിച്ചു തിന്നരുത്. കീപ്പ് മനസ്സ് വലിച്ച തിന്നാവും. എന്തുവാടി ശാന്തേ, നിനക്കിത് എന്നോട് പറയാൻ തോന്നിയല്ലോടി? പണ്ട് ചക്കപ്പഴങ്ങഞ്ഞി കുടിച്ചൊരു കാലം ഉണ്ടായിരുന്നടി സരളയ്ക്ക്. എന്നാൽ ഇതാ ഇന്ന് അങ്ങനാന്നോടി? വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു തൊഴിലുറപ്പിലും മേറ്റില്ലോടി ഞാന്. നിനക്കിത് എന്നോട് പറയാൻ തോന്നിയല്ലോടി? അതിനല്ലോടി 50 പൈസയുടെ 4 കവർ അങ്ങ് എടുത്തു. ഞാൻ അധികം കൊണ്ട് വീട്ടിലൂടെ കൊണ്ടുപോകാലോ. കള്ളി സരളേ, നീ എന്നിട്ട് ഒരു വാക്ക് എന്നോട് പറഞ്ഞോടി. ഞാനൊരു തൂക്കുപാത്രം എങ്കിലും കൊണ്ടുവന്നേനെ. അതൊക്കെ പോട്ടെ, ഞാൻ ബാബുവിനെ ഒന്ന് വിളിച്ചേ. എനിക്ക് വയ്യ. ഇന്നലെ ഒന്ന് വിളിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. രാവിലെ അവന്റെ ഭാര്യ വിളിച്ച എന്തൊക്കെ പറഞ്ഞ നിനക്ക് അറിയാവോടി? എടി, നിനക്ക് അങ്ങോട്ട് 2 തിരിച്ചു പറഞ്ഞുകൂടായിരുന്നോ? ഓ, ഞാൻ പറഞ്ഞില്ല. അതൊക്കെ പോട്ടെ, നീ എപ്പോഴാ വിളിച്ചത്? വെളുപ്പിന് 2 മണിയായി കാണും. ഞാനായിരുന്നു വെട്ടിക്കീറി അടുപ്പത്ത് വെച്ചേനെ. എന്റെ പൊന്നുമളില്ലേ, ഒന്ന് വിളിക്കാൻ. ഇവന്റെ ലിപ്സ്റ്റിക്. ഹലോ, ബാബു അല്ലയോ? എടാ, ഞാനാടാ സരള ചേച്ചിന്റെ. എടാ, ഞങ്ങൾ എത്ര നേരം ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാടാ. നീ ഇന്നെങ്ങാനും വരുമോ? കോടിയോ? ബാനറോ? അതെന്തിനാ? എന്റെ ദൈവമേ, അയ്യോ, ഇവളുടെ ആരാണ്ട് ചത്തേ. അയ്യോ, നീ എന്തിനാടി കരയുന്നേ? നീ കരഞ്ഞോണ്ട് ഒരോളത്തിന് കരഞ്ഞ നാടി. നീ എന്തിനാടി കരയുന്നേ? ആരാടി ചത്തേ? എടി, ചത്തതൊന്നും അല്ലടി. പിന്നെ നമ്മളെ കല്യാണത്തിന് വിളിച്ചതല്ലടി. കൊടിയും ബാണവും പിടിച്ചോണ്ട് ധാരണയ്ക്ക് പോവാനാണ്. അയ്യോ, സെറ്റ് സാരിയൊക്കെ ഇട്ടാണ് എനിക്ക് തോന്നിയേ. അയ്യോ, കൊടി പിടിക്കാമല്ലോ. രമണിയുടെ സുജയുടെ എന്നൊക്കെ വാടകയ്ക്ക് വാങ്ങിച്ചോ തിരിച്ചു കൊടുക്കണമല്ലോ. എന്താ പറയുന്നേ? അയ്യോ, അവിടെ കുത്തിയിരിക്കാതൊന്നും ഇന്നിക്കടി. എന്റെ ദൈവമേ, ലിസ്റ്റിക്ക് അവിടെ എന്തായാലും നനഞ്ഞ്. ഇനി അങ്ങ് കുളിച്ചു കേറാ. ഇതിന്റെ ഇടയ്ക്ക് നീ കുളിക്കാൻ പോവാന്നോ? മുട്ടിഞ്ഞ് നിക്കുമ്പോ അവളുടെ ഒരു അളിഞ്ഞ കോമഡി. ഇങ്ങോട്ട് വന്നേക്കടി. അയ്യോ, എന്തിനാടി? ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഇങ്ങോട്ട് വന്നേക്കടി. നിന്നടി. പിന്നാലെ